അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ വലിയ സ്വപ്നത്തോടു കൂടി അവർ കലാകാരന്മാർ തുടങ്ങിയ സിനിമ ആർട്ടിസ്റ്റുകൾ തുടങ്ങിയ ഒരു സംഘടനയാണ്. മെഗാസ്റ്റാർ, സൂപ്പർ സ്റ്റാർ, പിന്നെ സ്റ്റാറുകളുടെ ബഹളം, വനിതകൾ, പിന്നെ കലാകാരികൾ, സിനിമാ നടികൾ, സിനിമാ നടന്മാർ, വില്ലന്മാർ, നായകന്മാർ, ഉപനായകന്മാർ, എല്ലാവരും വലിയൊരു സന്നാഹമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഏറ്റവും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരുന്നൊരു വാർത്ത, വീണ്ടും ഇതൊക്കെ ലൂസ് ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ ഈ അവർ സ്വകാര്യമായി നടത്തുന്ന സംഭാഷണങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മാലാ പാർവതിക്ക് കിട്ടിയ ഒരു വീഡിയോ എന്നും ഒരു മെസ്സേജ് എന്ന് പറഞ്ഞ് ശ്വേതാ മേനോൻ്റെ ഒരു മെസ്സേജ് പുറത്ത് വരുന്നുണ്ട്. 15 കോടി രൂപയാണ് അദാനി ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്. ഇതിൽ BJPക്ക് എന്ത് പങ്ക് എന്നുള്ളതും വലിയ ചർച്ച നടക്കുന്നു. കാരണം ഇലക്ഷൻ സമയത്ത് ശ്വേതാ മേനോനെ BJP സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത വളരെ വലുതായിരുന്നു. മാത്രമല്ല 2020-ൽ നിരവധി സെലിബ്രിറ്റികളാണ് മത്സരിച്ചതും. അഖിൽ മാരാർ ഉൾപ്പെടെ. അഖിൽ മാരാർ സെലിബ്രിറ്റി ഒന്നുമല്ല, എങ്കിലും ഒരു ബിഗ് ബോസ് പോലുള്ള പരിപാടി വന്നിട്ടുള്ള ആളാണ്. അല്ല, അദ്ദേഹം വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും ബിഗ് ബോസ് സെലിബ്രിറ്റി അങ്ങനെയുള്ള അഖിൽ മാരാറും നടികളും ഒക്കെ ഒത്തിരി പേർ ഈ 2020 ചേർന്നായിരുന്നു. ശ്വേതാ മേനോന് BJP സീറ്റ് കൊടുക്കും എന്നൊരു വാർത്ത ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ ഈ കാണുന്ന കലക്കത്തിലും ഈ ബഹളത്തിലും BJPയുടെ പങ്കെന്ത് എന്നുള്ളതും അണിയറയിൽ വലിയ ചർച്ച നടക്കും. ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയെ പോലുള്ള ആളുകൾ CPM-കാരും, ഇന്നസെൻ്റ് മമ്മൂട്ടി ആ ടീമൊക്കെ CPM-ഉം, ഗണേഷിൻ്റെ പാർട്ടിയും, മുകേഷ് CPM, ജഗദീഷ് കോൺഗ്രസ്, രമേഷ് പിഷാരടി കോൺഗ്രസ്, സലിം കുമാർ ഉണ്ടായിരുന്നപ്പോൾ കോൺഗ്രസ്, അങ്ങനെ ഒരു കോൺഗ്രസ് CPM ഇടപാടായിരുന്നു അത്, അവരായിരുന്നു. പക്ഷെ അവിടെ BJP കൊണ്ട് തലവച്ചോ കൈവച്ചോ എന്നൊരു ചോദ്യമുണ്ട്. അദാനിയിൽ നിന്ന് 15 കോടി രൂപ ശ്വേതാ മേനോൻ വാങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഈ കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നൊരു പുതിയ വാർത്ത. അപ്പോൾ വളരെ 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 നല്ല ഒരു സിനിമാ കഥയ്ക്കുള്ള ഒരു സ്റ്റോറി ബോർഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും സ്ത്രീകൾ തിരിഞ്ഞ് പത്രസമ്മേളനം നടത്തുന്നു, വാർത്താ സമ്മേളനം നടത്തുന്നു, പത്രക്കുറിപ്പ് കൊടുക്കുന്നു, ബൈറ്റ് കൊടുക്കുന്നു. ഇത് പിരിച്ചുവിടണമെന്നേ, ഈ സംഘടനയുടെ ആവശ്യമില്ലെന്നേ. എന്തിനാണ് ഈ സംഘടന? പത്രക്കാർക്ക് വലിയ സുഖമല്ലേ, ചാനലുകൾക്കോ? ഇതൊപ്പം ഇങ്ങനെ ഹോട്ട് ന്യൂസുകൾ ഇങ്ങനെ അടിച്ചടിച്ച് വിട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുമൊക്കെ ഇത് വാർത്ത ചെയ്യുന്നു. എന്തിനാന്നേ? ഈ സംവിധാനം പിരിച്ചുവിടണം, ഇതിൻ്റെ ആവശ്യമില്ല. 15 കോടിയുടെ വിവാദമാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇനി ഉപശാലകളിൽ എത്ര കോടിയുടെ വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ട് എന്നുള്ളത് വേറെ കാര്യങ്ങൾ. അദാനിയിൽ നിന്നുള്ള വിവാദം 15 കോടിയുടെ കേൾക്കുന്നു. അത് ഫിലിം സ്റ്റാർ ഫീൽഡിലേക്ക്, അത് CSR പൈസയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. അത്തരം പണം കൊടുക്കുന്നതിൽ BJPയുടെ റോൾ എന്താണ് എന്നുള്ളത് പ്രധാനമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നടികളെയും നടന്മാരെയും കിട്ടാൻ വലിയ ശ്രമം നടത്തി. അതിൽ ശ്വേതാ മേനോനൊക്കെ പോകും, BJP കാൻഡിഡേറ്റ് ആകും എന്ന് വരെ തന്നെ നമ്മൾ വാർത്തകൾ വന്നതാണ്. പക്ഷെ പിന്നെ എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. എന്തായാലും വളരെ രസകരമാണ് കേരളത്തിലെ ഈ കാര്യങ്ങൾ. സിനിമാ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതീവ ഗുരുതരമായ ചക്കളത്തി പോരാട്ടമാണ്, അല്ലാതെ വലിയ ഗുരുതര പ്രതിസന്ധിയൊന്നുമല്ല. പ്രതിസന്ധി എന്നൊക്കെ പറഞ്ഞാൽ ആഴത്തിലുള്ള അതല്ല, ഇത് ചക്കളത്തി പോരാട്ടം. ഇത് പക്വതയില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, ഈഗോ, നുണ, കുണ്ടണി, കുശുമ്പ്, കുന്നായ്മ, കുത്തിത്തിരിപ്പ് എല്ലാം കേയാണ്. കുശുമ്പ്, കുന്നായ്മ, കുത്തിത്തിരിപ്പ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് പരിപാടികളും ഈഗോയും. പുരുഷന്മാർക്ക് സ്ത്രീകളെ അംഗീകരിക്കാൻ വയ്യ, സ്ത്രീകൾക്ക് പുരുഷന്മാരെ അംഗീകരിക്കാൻ വയ്യ, സ്ത്രീകൾക്ക് തന്നെ തമ്മിൽ അംഗീകരിക്കാൻ വയ്യ. 10,000-കണക്കിന് പുരുഷന്മാരെ ഒന്നിപ്പിക്കാം, 2 സ്ത്രീകളെ ഒന്നിപ്പിക്കാൻ പറ്റൂല എന്ന് ആരോ ഇങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയെ പറഞ്ഞു വെച്ചു. മലകളെപ്പോലും ഒന്നിപ്പിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും സ്ത്രീകളെ ഒന്നിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം അവർ എന്തെങ്കിലും കുശുമ്പ് കുന്നായ്മയൊക്കെ ഉണ്ടാക്കി, കുത്തിത്തിരിപ്പുണ്ടാക്കി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ്. നമ്മൾ ആരെയും കുറ്റം പറയണം. നമ്മുടെ അമ്മ സ്ത്രീയാണ്, ഭാര്യ സ്ത്രീയാണ്, മക്കൾ ഉണ്ട്, കുടുംബത്തിൽ ഒരുപാട് സ്ത്രീയും പുരുഷനുമാണല്ലോ 2 വിഭാഗം. അതങ്ങനെ സ്ത്രീകളെ അടച്ചാക്ഷേപിച്ചതല്ല. പക്ഷേ ഒരു പഴയ ഒരു പഴമൊഴി ഉണ്ട് ഇങ്ങനെ, മലകളെപ്പോലും ചേർക്കാം, സ്ത്രീകളെ കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തർക്കത്തിൽ
ഇപ്പോൾ ബി ജെ പിയും ഒരു കക്ഷിയാവുന്നുണ്ടോ?